CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും മുൻ മന്ത്രി കൂടിയായ റിയാസിന്റെ ഭാര്യയുമായ വീണ തൈക്കണ്ടിക്കെതിരായ SFIO കണ്ടെത്തിയ തെളിവുകൾ ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് പരിഗണിക്കുന്നത്. സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകുന്ന കാര്യത്തിൽ SFIO നിലപാട് നേരത്തെ PMLA കോടതി ചോദിച്ചിരുന്നു. SFIO കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ വേണമെന്നാണ് EDയുടെ ആവശ്യം. കരിമണൽ കമ്പനിയുമായി വീണയും എക്സാലോജിക്കും ഉണ്ടാക്കിയ കരാർ പകർപ്പും വീണയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് രേഖകളും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എന്നാണ് സൂചന. എന്തായാലും വീണയെ പൂട്ടലാണോ ലക്ഷ്യമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാടിൽ വീണയെ പൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ED നടത്തുന്നത്. SFIO നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രധാന തെളിവുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വേണമെന്നാണ് ആവശ്യം. ED അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ കുമാർ ചാരിയാണ് PMLA കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആവശ്യപ്പെട്ട തെളിവുകളെല്ലാം CMRLും വീണയുമായി നടത്തിയ ഇടപാടുകളെ കുറിച്ചുള്ള രേഖകളാണ്. 2016 ഡിസംബർ 30 CMRLുമായി വീണ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ്, 2017 മാർച്ച് 2 എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറ്, എക്സാലോജിക്ക് നൽകിയ സേവനങ്ങളുടെ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശങ്ങൾ, വീണയുമായി കമ്പനി നടത്തിയ ലോൺ ഇടപാടുകൾ രേഖകൾ അടക്കം മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ രേഖകളും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ എക്സാലോജിക്കിലെ ജീവനക്കാരുടെ അടക്കമുള്ള മൊഴിയും പകർപ്പും വേണമെന്ന ആവശ്യമുണ്ട്. ED ആവശ്യപ്പെട്ട തെളിവുകൾ കൈമാറുന്നതിൽ SFIOയുടെ നിലപാട് കോടതി തേടിയിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപ് തെളിവുകളെല്ലാം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് സൂചന ഉണ്ട്. കേസിൽ നടപടികളെല്ലാം വേഗത്തിലാക്കാനാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത്.